സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ബാല്യകാലമായിരുന്നു അധീർത്തിൻ്റെത്. ശാസ്ത്രാഭിരുചി അവനെ മറ്റൊരു ലോകത്തെത്തിച്ചു. ഈ യങ് മാസ്റ്റർ മൈൻഡിന്റെ കഴിവുകളെ ഇന്ന് പരിചയപ്പെടാം. വാഹനമോഷണ സംഭവങ്ങൾ തുടർക്കഥയായപ്പോൾ അതിനൊരു പരിഹാരവുമായി എത്തുകയാണ് 11ാം ക്ലാസ് വിദ്യാർത്ഥി അധീർ ചന്ദ്രൻ. ബൈക്ക് അലാം സിസ്റ്റം എന്ന് പേരിട്ടിരിക്കുന്ന അധീർത്തിന്റെ ഈ കണ്ടുപിടുത്തം മോഷ്ടാക്കൾക്ക് കെണിയാവുകയാണ്. ബൈക്കിൽ ഘടിപ്പിച്ച മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയാണ് ബൈക്ക് അലാം സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ബൈക്ക് മോഷണം പോവുകയാണെങ്കിൽ ബൈക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് ഉടമസ്ഥന്റെ ഫോണിലേക്ക് അലാം അടിക്കും. ബൈക്ക് അലാം സിസ്റ്റത്തിൽ ഉടമസ്ഥന്റെ നമ്പർ മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നതിനാൽ വാഹനം എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉടമസ്ഥന് അറിയിപ്പ് ലഭിക്കും. അലാറം വരുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ ബൈക്ക് ഓഫാകും. ഇനി മൊബൈലിന് റേഞ്ച് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. ബൈക്കിന്റെ ബ്രേക്ക് പിടിക്കുകയോ ഹോണടിക്കുകയോ ചെയ്താൽ വാഹനം നിൽക്കും. പിന്നെ വാഹനം അനങ്ങണമെങ്കിൽ ഉടമസ്ഥൻ തന്നെ എത്തണം. ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഇതിൽ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിൽ ഉടമസ്ഥൻ്റെ നമ്പർ മാത്രമേ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. ആ മൊബൈൽ ആണെങ്കിൽ ഫ്രണ്ട് ബ്രേക്കിലാണ് കണക്ട് ചെയ്യുന്നത് മൊബൈൽ ഫോൺ. ഇപ്പോൾ വരുന്ന എത്ര വലിയ കള്ളനാണെങ്കിൽ അയാൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ അതിൽ നിന്ന് നേരെ ആ ഫോണിൽ നിന്ന് നേരെ ഉടമസ്ഥൻ്റെ ഫോണിലേക്ക് കോൾ പോകും. ആ കോളിനോട് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. തിരിച്ച് കോൾ ചെയ്യുമ്പോൾ ബൈക്കിൻ്റെ എഞ്ചിനാണെങ്കിൽ റിലേ ആയിട്ട് കണക്ട് ആണ്. 12 വോൾട്ട് റിലേ ആയിട്ട് കണക്റ്റഡ് ആണ്. ആ റിലേ ആക്റ്റീവ് ആവുകയും ഇഗ്നിഷൻ കോയിൽ കട്ട് ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ബൈക്ക് പിന്നെ മൂവ് ചെയ്യാനേ പറ്റത്തില്ല. മാത്രമല്ല ബൈക്ക് അലാം സിസ്റ്റം വഴി സൈബർ സെല്ലിന് ബൈക്ക് എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുവാനും സാധിക്കും. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അധീർത്തിന്റെ ഉള്ളിലെ ശാസ്ത്ര കൗതുക താല്പര്യം പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. റെയിൽവേ ക്വാർട്ടേഴ്സിലെ അധീർത്തിന്റെ കൊച്ചുമുറിയിൽ പിന്നെ പിറന്നത് വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. കയ്യിൽ കെട്ടി നടക്കുന്ന വാച്ചിൽ നിന്നും ഷോക്ക് കൊടുത്താൽ അക്രമിയിൽ നിന്നും സ്ത്രീകൾക്ക് രക്ഷപ്പെടാമല്ലോ എന്ന ചിന്തയുടെ ഫലമാണ് ഇലക്ട്രിക്കൽ വാച്ച്. ഇപ്പോൾ സ്ത്രീകളെ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു വാച്ച് അണിഞ്ഞിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. അറ്റാക്ക് ചെയ്യുന്ന ആരാണോ അയാളുടെ ദേഹത്ത് ടച്ച് ചെയ്യാൻ 220 വോൾട്ട് അയാളുടെ ദേഹത്ത്. ഇതിനെ സംബന്ധിച്ച് ഇത് അതിൽ നിന്ന് ഹൈ പവറാണ്. 1000 വോൾട്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിനെ ജസ്റ്റ് സ്വിച്ച് ഒന്ന് പുഷ് ചെയ്യുക അറ്റാക്ക് ചെയ്യുന്ന ആളുടെ ദേഹത്ത് വയ്ക്കും. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അധീർത്തിന്റെ വീട്ടിൽ ഇനി വൈദ്യുതി പാഴാകില്ല. എവിടെ നിന്നും വീട്ടുപകരണങ്ങൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അധീർത്ത്. ഹോം അപ്ലയൻസസ് നമുക്ക് കമ്പ്യൂട്ടർ വഴി ഓൺ ഓഫ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ അഥവാ നമ്മൾ റൂം ഹീറ്റർ അത്യാവശ്യം നമ്മൾ അറിയാതെ ഓണായി കിടക്കുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ വഴി റിമോട്ട് ആക്സസിബിൾ വഴി നമുക്കത് ഓൺ ആക്കുകയും ഓഫ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായി കാണിക്കുക. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിലാണ് ഇപ്പോൾ ലൈറ്റിലോട്ടാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സിസ്റ്റം വഴി ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തും. നമ്മൾ തിരിച്ച് ഡീആക്റ്റീവ് എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ റിലേ കട്ടാവുകയും ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. തിരുമല AMHSSലെ +1 വിദ്യാർത്ഥിയാണ് അധീർ ചന്ദ്രൻ. അച്ഛൻ ജോലി ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിൻ സുരക്ഷ ഉറപ്പാക്കുന്ന ഉപകരണത്തിന്റെ പണിപ്പുരയിലാണ് അധീർ ഇപ്പോൾ. ഇനി ഉപകാരപ്രദമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അധീർതനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതുചലനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ വിശേഷങ്ങളുമായി ഇനി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം hd@asianetnews.in. സാങ്കേതിക രംഗത്തെ പുതുചലനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ വിശേഷങ്ങളുമായി ഇനി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും